എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സൂചി ഗോതമ്പ് ഉപ്പുമാവാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അതുപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന സ്വാദുമാണ്. ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒരു തരി പോലും കുഴഞ്ഞു പോവാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാചക രീതിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. വീഡിയോ കണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഇന്നത്തെ ഒരു ഉപ്പുമാവിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഗോതമ്പ് ഉപ്പുമാവ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ള ഗോതമ്പാണിത്. കുതിർത്തിയെടുക്കുന്നതിനായിട്ട് നല്ലപോലെ കഴുകിയതിനു ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിൽ കുതിർത്തിയാൽ മതിയാകും. ചൂടുവെള്ളമൊന്നും ഒഴിച്ച് കുതിർത്തേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഗോതമ്പ് നല്ലവണ്ണം കുതിർന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് നെക്കി നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഗോതമ്പ് ഒരു അരിപ്പയിലേക്കൊന്ന് ഊറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ക്യാരറ്റും ഒരു സവാളയും പകുതി ബീട്രൂട്ടും 100 ഗ്രാം അളവില് ബീൻസും ഒരു 5 പച്ചമുളകും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം തന്നെയും ഒന്ന് പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കുതിർത്തിയ ഗോതമ്പ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ആവി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഗോതമ്പ് പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നിരത്തിയതിനു ശേഷം മൂടി അടച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്ത് ഇളക്കിയതിനു ശേഷമായിരിക്കണം വേവിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ അടിഭാഗത്തുള്ള ഗോതമ്പ് മുഴുവനും തന്നെ വേവാതെ പോകുന്നതാണ്. വീണ്ടും മൂടി വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ പച്ചക്കറികൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ടും. ഇനി ഉടൻ തന്നെ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2-3 വറമുളക് ചേർത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. മുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം പൊടിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ആദ്യമേ ചേർക്കേണ്ടതും. സവാള ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇളക്കി നല്ലപോലെ ഒന്ന് മൊരിയിച്ചതിന് ശേഷം പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർക്കുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടും ചേർത്ത് വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി. ബീട്രൂട്ട് ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോ പച്ചക്കറികൾ ചേർക്കുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ എല്ലാ പച്ചക്കറികളും ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന പച്ചക്കറികളുടെ കളറൊന്നും തന്നെ നഷ്ടപ്പെടാതെ വേണം നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടും. ഇനി നമ്മുടെ ഉപ്പുമാവിന് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. നമ്മൾ ഗോതമ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ അളവിലാണ് ഉപ്പ് ആവശ്യമായിട്ടുള്ളത്. പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞാൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഗോതമ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒറ്റടിക്ക് തന്നെ ചേർക്കാതെ കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ടും. ആദ്യം ഇട്ട് കൊടുത്ത ഗോതമ്പ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്ത് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഗോതമ്പ് ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതും. അതുപോലെ തന്നെ ഗോതമ്പ് വേവിച്ചെടുക്കുമ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കട്ടകളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഉടച്ചെടുക്കാനും സാധിക്കും. അങ്ങനെ വേവിച്ച മുഴുവൻ ഗോതമ്പും ഇപ്പോൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തുടരെ ഇളക്കി കട്ടകളെല്ലാം ഉടച്ച് തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പച്ചക്കറികളുടെയൊക്കെ ആ ഒരു ഫ്ലേവർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ
പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. അതും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ടും. നമ്മുടെ ഗോതമ്പ് ഇപ്പോൾ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ടാണ് ഒന്നുകൂടെ വേവിച്ചെടുക്കേണ്ടത്. 5 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ് നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്കിവിടെ ആയി വന്നിട്ടുള്ളത്. ഇതിലൊരു തരി പോലും കട്ടകളൊന്നും തന്നെ ഇല്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടി നാളികേരം കൂടി ചേർത്ത് വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നാളികേരം ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇതൊന്നും ഒഴിവാക്കാവുന്നതാണ്. നാളികേരം ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ട് ചൂടാറി വരുമ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റിക്കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ഗോതമ്പ് ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. പോലെ ഉപ്പുമാവ് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല സ്വാദാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.